എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ന്യൂമറോളജിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ന്യൂമറോസ്കോപ്പിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സ്റ്റാൻഡേർഡ് ന്യൂമറോസ്കോപ്പ് എന്താണ്, അതിനനുസരിച്ച് എങ്ങനെയാണ് സ്വന്തം ന്യൂമറോസ്കോപ്പ് തയ്യാറാക്കുന്നത് എന്നതും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ന്യൂമറോസ്കോപ്പിൽ ഇങ്ങനെ കുറേ പ്ലെയിനുകളുണ്ട്. അതായത് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും. അതായത് ഇതാണല്ലോ നമ്മുടെ ന്യൂമറോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇതിലിങ്ങനെ ഹൊറിസോണ്ടലായിട്ടുള്ള പ്ലെയിനുകളുണ്ട്, വെർട്ടിക്കലായിട്ടുള്ള പ്ലെയിനുകളുണ്ട്. ഈ ഓരോ പ്ലെയിനും ഓരോ പേരുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓരോ പ്ലെയിനുകൾ എന്താണെന്ന് നമുക്ക് പറഞ്ഞു പോകാം. ഇതിലിത് ആദ്യത്തെ പ്ലെയിൻ 4, 9, 2. ഇതിനാണ് മെൻ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. 4, 9, 2. മെൻ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലായി എന്നല്ല അർത്ഥം. മൈൻഡ് പ്ലെയിൻ എന്നാണ് അതിന് പറയുന്നത്. മൈൻഡ് പ്ലെയിൻ അല്ലെങ്കിൽ മെൻ്റൽ പ്ലെയിൻ. അതായത് ഒരാളുടെ ഒരു തീരുമാനം എടുക്കുന്നതിൽ അയാളുടെ തല, ബുദ്ധി, മൈൻഡ് എത്രത്തോളം പ്രവർത്തിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഈ മെൻ്റൽ പ്ലെയിൻ ഉപയോഗിച്ചാണ്. മെൻ്റൽ പ്ലെയിനുള്ളത് 3 നമ്പറുകളാണ്, 4, 9, 2. അപ്പോൾ നമ്മളൊരു ന്യൂമറോസ്കോപ്പ് ഫില്ല് ചെയ്യുമ്പോൾ ഒരാളുടെ ന്യൂമറോസ്കോപ്പിൽ 4, 9, 2 ഈ 3 നമ്പറുകൾ വന്നാൽ അതിൻ്റെ അർത്ഥം അയാളുടെ മെൻ്റൽ പ്ലെയിൻ അല്ലെങ്കിൽ മൈൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത് 100% ആണെന്നാണ്. 100%. അപ്പം 100% അയാൾ ആക്റ്റീവാണെന്ന് അർത്ഥം. എന്ത് ആക്റ്റീവാണ്? അയാളുടെ തലച്ചോറ് ആക്റ്റീവാണ്. ഇവിടെ അർത്ഥം അതില്ലെങ്കിൽ, ആ മെൻ്റൽ പ്ലെയിൻ ബ്ലാങ്ക് ആണെങ്കിൽ, മെൻ്റൽ പ്ലെയിനിൽ ഒരു നമ്പർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അയാൾ ബുദ്ധിയില്ലാത്തവനെന്നല്ല. അയാൾ ചിലപ്പോൾ ഹാർട്ട് പ്ലെയിൻ ഉപയോഗിച്ചിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. കാര്യം അവിടെ നമ്പർ കുറയുമ്പോൾ വേറൊരിടത്ത് നമ്പർ വരുമല്ലോ. അങ്ങനെ മെൻ്റൽ പ്ലെയിൻ ഉണ്ട്, ഹാർട്ട് പ്ലെയിൻ ഉണ്ട്, പ്രാക്ടിക്കൽ പ്ലെയിൻ ഉണ്ട്. അങ്ങനെ പല പ്ലെയിനുകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ അയാൾ ഹൃദയം ഉപയോഗിച്ചായിരിക്കും പല തീരുമാനങ്ങളും എടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 4, 9, 2 അങ്ങനെ 3 നമ്പറുകളും വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ ഒരു 100% തലച്ചോറ് ഉപയോഗിച്ചാണ്, മൈൻഡ് ഉപയോഗിച്ചാണ് അയാൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതേസമയം ഏതെങ്കിലും 2 നമ്പറുകൾ മാത്രം വരികയാണെങ്കിൽ, 4, 9, 4, 2, 9, 2, 4, 9 മാത്രം വരികയാണെങ്കിൽ ഏകദേശം ഒരു 67% അയാളുടെ മൈൻഡ് ഉപയോഗിക്കുന്നുണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ. അതേസമയം ഏതെങ്കിലും ഒരു നമ്പർ മാത്രം വരുന്നുണ്ടെങ്കിൽ അയാൾ ഒരു 33% അയാൾ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ മൈൻഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ചിലപ്പോൾ പ്രാക്ടിക്കൽ പ്ലെയിൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാർട്ട് പ്ലെയിൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് ഏതെങ്കിലും നമ്പർ ഇല്ല അല്ലെങ്കിൽ നമ്പർ ബ്ലാങ്ക് ആണെങ്കിൽ ബുദ്ധിയില്ല അല്ലെങ്കിൽ മണ്ടനാണ് എന്നൊന്നും വിചാരിക്കരുത്. ഓക്കെ, നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. 4, 9, 2 ഈ 3 നമ്പറുകൾ ഫില്ലാണെങ്കിൽ അതിൻ്റെ അർത്ഥം അയാളൊരു ജീനിയസ് ആണെന്നാണ്. വളരെ ബുദ്ധിമാനായ ഒരാളാണെന്നാണ് അർത്ഥം. വളരെ ലോജിക്കലായിട്ടുള്ള ഒരു പേഴ്സണാണ്. കാര്യങ്ങൾ വളരെ ബുദ്ധി ഉപയോഗിച്ച് കണ്ട് പെരുമാറുന്ന ഒരാളാണ്. വേണമെങ്കിൽ ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഒരു ന്യൂമറോസ്കോപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഈ കോമ്പിനേഷൻ കാണാൻ പറ്റും. 4, 9, 2 ഫില്ലായിരിക്കും. കാര്യം പലപ്പോഴും അറിയാം നമുക്ക് അവർക്ക് ഇൻ്റലിജൻസാണ് കൂടുതൽ നിൽക്കുന്നത്, ചിലപ്പോൾ ഇമോഷൻസ് കുറവായിരിക്കും. ആ രീതിയിലാണ്. അപ്പോൾ അതിന് പ്രത്യേകത അവർ ജീനിയസ് ആയിരിക്കും, അവരവരുടെ മൈൻഡ് ഫുൾ സ്ട്രെങ്ത്തിൽ ഉപയോഗിക്കും, അവർ ഒരു നല്ല ലേണിംഗ് പവർ ഉള്ളവരാണ്, നല്ല സയൻറ്റിസ്റ്റുകളാണ്. അങ്ങനെ എന്തൊക്കെയാണോ ബുദ്ധി ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അവർക്ക് പോസിബിളാണെന്ന് അർത്ഥം. ഇനി അതിൽ ഓരോരോ നമ്പർ മാത്രം വരികയാണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ 4 മാത്രം വരികയാണ്. 4 നമുക്കറിയാം രാഹുവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പറാണ്. 4 സ്റ്റെബിലിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പറാണ്. 4 സെക്യൂരിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പറാണ്. 4 ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയാസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന 4 രാഹുവാണ്. അപ്പോൾ 4 മാത്രം വരികയാണെങ്കിലും ഹീസ് ആൻ ഇൻ്റലിജൻറ്റ് പേഴ്സൺ. അദ്ദേഹം വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. എന്താണ്, ആക്റ്റീവ് ആണല്ലോ, മെൻ്റൽ പ്ലെയിൻ ആക്റ്റീവ് ആണല്ലോ. പക്ഷേ മറ്റേതുപോലെ ആയിരിക്കില്ല. അതായത് 4ൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ് മുമ്പിൽ നിൽക്കും. കാര്യം പലപ്പോഴും അദ്ദേഹം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടാം, മറ്റുള്ളവരുടെ മുമ്പിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടാം. ചിലപ്പോൾ കുറച്ച് ഷാർപ്പായ വേർഡ്സ് ഉപയോഗിക്കുന്ന ആളായിരിക്കാം. പിന്നെ ഇദ്ദേഹം മാനിപ്പുലേഷൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. കാര്യം രാഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒട്ടും മാനിപ്പുലേഷൻ ഇഷ്ടപ്പെടില്ല. അതായത് ഒന്ന് മറച്ചു വെച്ചിട്ട് വേറൊന്ന് പെരുമാറുന്നത് ഇഷ്ടമല്ല. ഈ 4 നമ്പർ ഉള്ളവർക്ക് വളരെ സ്ട്രെയിറ്റാണ് അവർ, വളരെ സ്ട്രെയിറ്റ് കട്ടായിട്ട് അവർ നമ്മളോട് പെരുമാറിക്കളയും. അപ്പോൾ ഒന്നും ഒളിപ്പിച്ച് വെച്ച് പെരുമാറുന്നത് അവർക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഐഡിയകൾ, നമ്മൾക്ക് അവിശ്വസനീയമായ ഐഡിയകളൊക്കെ പറയുന്ന ആളുകളാണ്. നമുക്ക് ഒറ്റ വാക്കിൽ കേൾക്കുമ്പോൾ ഇത് ഇമ്പോസിബിൾ ആണെന്ന് തോന്നിപ്പോകും. അങ്ങനത്തെ ഐഡിയാസൊക്കെയാണ് 4 നമ്പറുള്ളവർ പറയുന്നത്. ഇത് 4 സൈക്കിക് നമ്പറായ ആളുകളും ഡെസ്റ്റിനി നമ്പറായ ആളുകളും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ 4 മാത്രം വരികയാണെങ്കിൽ അവർ വളരെ ഫ്ലെക്സിബിൾ ഇൻ നേച്ചറാണ്, വളരെ ഇൻ്റലിജൻറ്റ് പേഴ്സണാണ്. അവർ ലൈഫിൻ്റെ ഗ്രേ ഏരിയ ഒന്നുമില്ല, മാനിപ്പുലേഷൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. പിന്നെ അവർ സേവിങ്സ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്.
ഇവരുടെ മറ്റൊരു പ്രത്യേകത ഇവരുടെ ഏർലി ലൈഫിൽ വളരെ ഹാർഡായിരിക്കും. അതായത് ചെറുപ്പകാലമൊക്കെ കുറച്ച് ഇച്ചിരി സ്ട്രഗ്ലിംഗ് ആയിരിക്കും ഇവർക്കെന്ന് പറയുന്നു. അതാണ് 4 മാത്രം എന്നുള്ള പ്രത്യേകത. ഇനിയുള്ളത് 9 മാത്രം എന്നുള്ള പ്രത്യേകതയാണ്. 9 നമുക്കറിയാം, 9 എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ നമ്പറാണ്. ചൊവ്വേനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, മാർസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു നമ്പറാണ് 9 എന്ന് പറയുന്നത്. വളരെ എന്താ പറയുക, ആളുകളോട് വളരെ സ്നേഹം കാണിക്കുന്ന നമ്പറാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ഒഴിവാക്കാൻ അല്ലെങ്കിൽ ത്യാഗം ചെയ്യാൻ തയ്യാറായിട്ടുള്ളൊരു നമ്പറാണ്. എന്നാൽ ആങ്കറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പറും കൂടിയാണ്. ഇതെല്ലാം ഈ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 9 മാത്രം വരുന്നവരിൽ, നമ്പർ മാത്രം വരുന്നവരിൽ വരുന്ന ക്വാളിറ്റീസാണ് ഇത്. ഓരോ ഇൻഡിവിജ്വൽ നമ്പറാണ് പറയുന്നത്. 2 നമ്പറുകൾ ഒരുമിച്ച് വരുമ്പോൾ ഉള്ളത് നമ്മൾ പറയാം. അപ്പോൾ ഈ പ്രത്യേകതകളൊക്കെ, അതായത് ചൊവ്വേനെ കൊണ്ടുള്ള കുറേ ക്വാളിറ്റീസൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോഴും ഇവരുടെ മൈൻഡ് പ്ലെയിൻ ആക്റ്റീവ് തന്നെയാണ്. കാര്യം ഒരു നമ്പർ ഉണ്ട്, അതുകൊണ്ട് 33% മൈൻഡ് പ്ലെയിൻ ആക്റ്റീവ് തന്നെയാണ്. പക്ഷേ 9 ആയതുകൊണ്ട് കുറച്ചും കൂടി ഹാർട്ട് ഉപയോഗിച്ചായിരിക്കും ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യം ഒരു ഹ്യൂമാനിറ്റേറിയൻ നമ്പറാണല്ലോ 9 എന്ന് പറയുന്നത്. വളരെ റിലീജിയസ് പേഴ്സൺ ആയിരിക്കും. ആർട്ടിസ്റ്റിക് ക്വാളിറ്റിയൊക്കെ ഉണ്ടാകും. പാടാനുള്ള കഴിവും അങ്ങനെയുള്ള കഴിവുകൾ, കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടാവും. പിന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. പിന്നെ സൊസൈറ്റിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ, പിന്നെ ഡൊണേഷൻ കൊടുക്കാൻ, ഇതൊക്കെ ഈ ക്വാളിറ്റീസൊക്കെ, അത് ഹ്യൂമാനിറ്റേറിയൻ ക്വാളിറ്റീസൊക്കെ ഉള്ള ഒരു നമ്പറാണ് 9 എന്ന് പറയുന്നത്. അപ്പോൾ 9 മാത്രം വരികയാണെങ്കിൽ ആ ക്വാളിറ്റീസൊക്കെ കാണാം. പിന്നെ 2 മാത്രം വരുന്നൊരു സിറ്റുവേഷനാണ്. 4, 9, 2ൽ 2 മാത്രം വരിക. 2 മാത്രം വന്നാൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മദർലി നേച്ചറുള്ള ഒരു നമ്പറാണ്. മൂണിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വളരെ കെയറിങ് ആയിട്ടുള്ളൊരു നമ്പറാണ്, വളരെ ഇമോഷണൽ ആയിട്ടുള്ള നമ്പറാണ്, നർച്ചറിങ് ആയിട്ടുള്ള നമ്പറാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു നമ്പറാണ് 2 എന്ന് പറയുന്നത്. അപ്പോൾ 2 ഇതൊക്കെയാണ് ഈ 2 മാത്രം വരുമ്പോഴുള്ള പ്രത്യേകത. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഈ 4, 9, 2, 4, 9, 2ൻ്റെ ക്വാളിറ്റീസ് വ്യത്യാസമുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇത് ബുദ്ധീനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൈൻഡ് പ്ലെയിൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 എന്ന് പറഞ്ഞാൽ വളരെ ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയാസാണ് രാഹു എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചിന്തകൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടല്ല അവരുടെ റിസൾട്ട് വരുന്നത്. അവർ സാധാരണക്കാർ ചിന്തിക്കാത്തതുപോലെ ചിന്തിക്കുന്നതുകൊണ്ടാണ് അവർക്ക് പലതും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയാസ് 4നെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് 4 ഒരു മൈൻഡ് പ്ലെയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. 9 എന്ന് പറഞ്ഞാൽ ഹൈലി എനർജറ്റിക് ആണ്. അതായത് ബുദ്ധി അത്രത്തോളം ആക്റ്റീവ് ആയിരിക്കണം. ഫയറിൻ്റെ ഒരു നേച്ചർ ബ്രെയിനിന് വേണം. അതായത് നിരന്തരമായിട്ട് ജ്വലിച്ചുകൊണ്ടിരിക്കണം, തലച്ചോറ് കത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇപ്പം നമ്മൾ അറിയാമല്ലോ, നമുക്ക് സണ്ണിനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും, അതായത് ഈ അഗ്നിയെയും പ്രകാശത്തെയുമാണ് നമ്മൾ ബുദ്ധിയെ കാണിക്കാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ 9 ചൊവ്വ എന്ന് പറയുന്ന പ്ലാനറ്റ്, അതിൻ്റെ അഗ്നിസ്വരൂപം, അതൊരു അറിവിനെ, വെളിച്ചത്തിനെ പകരുന്നതാണ്. അപ്പം അത് ഹൈലി എനർജറ്റിക്കാണ്. അപ്പോൾ അതും ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു എന്ന് മനസ്സിലായിരുന്നു. പിന്നെ 2 മദർലി നേച്ചറാണല്ലോ, പിന്നെ എങ്ങനെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളൊരു നമ്പറാണ് 2 എന്ന് പറയുന്നത്. 2 വരുന്ന ആളുകൾക്ക് ഇൻറ്റ്യൂഷൻ കപ്പാസിറ്റി കൂടുതലായിരിക്കും. അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മുൻകൂട്ടി കാണാൻ പറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന്. ഈ അമ്മമാരൊക്കെ പലപ്പോഴും അങ്ങനെയാണല്ലോ. അവർക്ക് പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനും മറ്റും കഴിയും. പലപ്പോഴും ഇപ്പം സ്വന്തം ഒരു കുട്ടി നമുക്കറിയാം, ചെറിയ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് സംസാരിക്കാനോ മറ്റൊന്നും പറ്റില്ല, കരയാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ അപ്പോൾ പോലും ആ കുട്ടിക്ക് എന്താണ് ആവശ്യം എന്ന് ആ അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിയും. അത് മക്കൾ എത്ര വലുതായാലും ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫെമിനൈൻ ക്വാളിറ്റിയാണ്. വളരെ റിസെപ്റ്റിവിറ്റിയുള്ള ആളുകളാണ്, വളരെ സെൻസിറ്റീവായ ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് വളരെ പെട്ടെന്ന് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, സ്ത്രീകളോട് നമുക്ക് കള്ളം പറയാൻ പോലും പറ്റില്ല. അവർ ആ നിമിഷം പിടിച്ചെടുക്കും അയാൾ പറയുന്നത് കള്ളമാണെന്ന്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസും ഈ പറയുന്ന പോലെ അവരുടെ ഉദ്ദേശങ്ങളുമൊക്കെ കൃത്യമായിട്ട് അളന്ന് മനസ്സിലാക്കാനുള്ള കഴിവും ഒരു ഫെമിനൈൻ ക്വാളിറ്റിയാണ്. 2 ഈ പറഞ്ഞ ഇൻറ്റ്യൂഷനും ഈ പറഞ്ഞ ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതും മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3 നമ്പറുകൾ ഒരുമിച്ച് വരുമ്പോൾ മൈൻഡ് ഫുള്ളി ആക്റ്റീവ് ആവുന്നത്. അപ്പം 4ൻ്റെ ക്വാളിറ്റി പറഞ്ഞു, 9ൻ്റെ ക്വാളിറ്റി പറഞ്ഞു, 2ൻ്റെ ക്വാളിറ്റി പറഞ്ഞു. 2 കെയറിങ് നേച്ചറാണ്, വളരെ ഫാമിലി ഓറിയൻറ്റഡ് ആണ്, വളരെ സിമ്പിളായിട്ടുള്ള പേഴ്സണാണ്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തും ഉപേക്ഷിക്കാൻ തയ്യാറുള്ള ഒരു നമ്പറും കൂടിയാണ് 2 എന്ന് പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ വരാവുന്നത് ഒരു കോമ്പിനേഷൻ 2 നമ്പർ വെച്ച് വരിക എന്നുള്ളതാണ്. അതിൽ വരാൻ സാധ്യതയുള്ളത് ഒന്ന് 4, 9 വരാം. 4, 9 എന്ന് പറയുന്നത്, 4 എന്ന് പറഞ്ഞാൽ രാഹുവാണ്, 9 എന്ന് പറഞ്ഞാൽ ചൊവ്വയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പൊതുവെ ബേസിക്കലി രാഹുവും ചൊവ്വയും തമ്മിലുള്ള കോമ്പിനേഷൻ അത്ര നല്ല കോമ്പിനേഷനായിട്ട് പറയാറില്ല. അപ്പം സ്ട്രഗിൾസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് 4, 9 കോമ്പിനേഷനിൽ. 2ഉം ഒരു ഫയറി ആയിട്ടുള്ള നേച്ചറുള്ള പ്ലാനറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് 4, 9 എന്ന് പറയുന്നത്. അപ്പം ഒരാളുടെ ന്യൂറോസ്കോപ്പിൽ 4, 9 കോമ്പിനേഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവും. 4 അറിയാലോ, നമ്മൾ ഇനീഷ്യൽ ഏർലി ലൈഫിൽ തന്നെ സ്ട്രഗിൾ ഉണ്ടാക്കുന്ന ഒരു നമ്പറാണ് 4 എന്ന് പറയുന്നത്. അപ്പോൾ 4, 9 കോമ്പിനേഷൻ വരുമ്പോൾ അത് ആ ഒരു സ്ട്രഗിൾസ് കൂട്ടുമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആങ്കർ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
പിന്നെ ലീഗൽ മാറ്റേഴ്സ്, കോടതി സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങളും മറ്റുമൊക്കെ ഈ നമ്പറിൽ 4, 9 എന്ന് പറഞ്ഞ നമ്പർ കോമ്പിനേഷൻ വരുമ്പോൾ സംഭവിക്കാം. പിന്നെയുള്ളൊരു കോമ്പിനേഷൻ 4, 2 ആണ്. 4, 2ഉം ഒട്ടും ഫേവറബിൾ ആയിട്ടുള്ള കോമ്പിനേഷനായിട്ട് പറയാറില്ല. കാര്യം 4 ഈ പറഞ്ഞ പോലെ മാഴ്സും 2 എന്ന് പറഞ്ഞാൽ 3ഉമാണ്. അപ്പോൾ 3 മനസ്സാണ്, 4 എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഹാലൂസിനേഷനും ആങ്കറും ഒക്കെയാണ്. അപ്പം അവിടെയും കുറേ ബുദ്ധിമുട്ടുകൾ, മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ സൃഷ്ടിക്കാറുണ്ട് ലൈഫിൽ. അപ്പോൾ അത് അത്ര ഫേവറബിളായിട്ട് പറയുന്നില്ല. പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹു എന്ന് പറഞ്ഞാൽ ഒരു ബാഡ് കമ്പനി എന്നും കൂടി പറയാറുണ്ട്. അപ്പം ഈ 2ഉം 4ഉം 2 എന്ന് പറഞ്ഞാൽ മാസസ് ആണ് പറയാറ്. അപ്പം ഈ 2ഉം 4ഉം വരുമ്പോൾ പലപ്പോഴും ഈ 2, 4 വരുന്ന വ്യക്തി ഒരു ബാഡ് കമ്പനിയിൽ പെട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ ഒരാളുടെ സൈക്കിക് നമ്പർ 2ഉം ഒരാളുടെ ഡെസ്റ്റിനി നമ്പർ 4ഉം ആണെങ്കിലും, അല്ലെങ്കിൽ സൈക്കിക് നമ്പർ 4ഉം ഡെസ്റ്റിനി നമ്പർ 2ഉം ആണെങ്കിലും ഈ കോമ്പിനേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാര്യം ഇവർ തെറ്റായ കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് ഈ 4-2 കോമ്പിനേഷൻ അല്ലെങ്കിൽ 2-4 കോമ്പിനേഷൻ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു സ്കേപ്പ് ഗോട്ടായി പോകും. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഇവർ ശിക്ഷിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ പഴയ കഥ, രാഹുവിൻ്റെ കഥ ഓർത്താൽ മനസ്സിലാകും. അതായത് ഈ അമൃത് കിട്ടിയപ്പോൾ അമൃത് അസുരന്മാർക്ക് കൊടുക്കുന്നില്ല, ദേവന്മാർക്ക് മാത്രമായിട്ട് കൊടുക്കാൻ പോവാണ്. മഹാവിഷ്ണു വേഷം മാറി സ്ത്രീ രൂപത്തിലാണ് പോകുന്നത്. അത് സെൻസ് ചെയ്യുന്ന ഒരാളും രാഹു മാത്രമാണ്. രാഹു എന്ന് പറഞ്ഞാൽ അന്ന് രാഹുവും സുർബാനുമാണ്. അന്ന് രാഹുവും കേതു ഒറ്റ ഒരാളാണ്, സുർബാനു. അപ്പോൾ അദ്ദേഹം മാത്രമാണ് സെൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഈ 4 കോമ്പിനേഷൻ വരുന്നവർക്ക് ഈ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്, വാക്കുകൾക്കിടയിൽ, സെൻറ്റൻസുകൾക്കിടയിൽ വായിക്കാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. അതുപോലെ മാനിപ്പുലേഷൻ അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. ഒരു കാര്യം വളച്ചൊടിക്കുന്നതും ഇല്ലാത്തത് കാണിക്കുന്നതും അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ പോവുകയും വധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതാണ് അവിടുത്തെ പോയിന്റ്. അതായത് ഈ അദ്ദേഹം വധിക്കപ്പെടുന്നത് ഈ മുഴുവൻ എൻ്റെ അസുരന്മാർക്ക് വേണ്ടിയാണ്, കൂട്ടുകാർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം അവിടെ വിഷം മാറി പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്ലാൻ അവർ മറ്റു അസുരന്മാരോട് പറയുന്നുണ്ട്. പക്ഷെ അവരാരും തയ്യാറാവുന്നില്ല. ഇദ്ദേഹത്തെ തന്നെ ഇവർ തയ്യാറാക്കി വിടുകയാണ്, നീ തന്നെ പോയാൽ മതിയെന്ന്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു സ്കേപ്പ് ഗോട്ട് ആവുകയാണ്. സ്വയം ബലി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ബാഡ് കമ്പനിയിൽ പെടാൻ സാധ്യതയുണ്ട്. അവർക്ക് വേണ്ടി ബലിയാടാവാനും സാധ്യതയുണ്ട് ഈ 4-2 കോമ്പിനേഷൻ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കോമ്പിനേഷനാണ്. അവെയർ ആയിരിക്കണം ഈ 4-2 കോമ്പിനേഷൻ ഉള്ളവർ. പിന്നെ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട് രാഹു ഈ 4-2 കോമ്പിനേഷനിൽ. കാര്യം ഫാമിലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ 3 ആണല്ലോ. രാഹു സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. പിന്നെയുള്ളൊരു കോമ്പിനേഷൻ 9-2 കോമ്പിനേഷനാണ്. 9ഉം 2ഉം മാത്രം വരിക മെൻ്റൽ പ്ലെയിനിൽ. 9-2 കോമ്പിനേഷനും അത്ര ഫേവറബിൾ കോമ്പിനേഷനായിട്ട് പറയാറില്ല. കാര്യം 9 മാഴ്സാണ്, 2 മൂണാണ്. അപ്പോൾ മാഴ്സ് മൂൺ കോമ്പിനേഷൻ, അതായത് ചൊവ്വ ചന്ദ്രൻ കോമ്പിനേഷനും അത്ര ഒരു നല്ല കോമ്പിനേഷനായിട്ട് പറയാറില്ല. എസ്പെഷ്യലി സ്ത്രീകൾക്ക് ഇത് ഒട്ടും നല്ല കോമ്പിനേഷനായിട്ട് പറയുന്നില്ല ന്യൂമറോളജിയിൽ. മാഴ്സ് മൂൺ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ അത്തരം സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ നന്നാക്കാൻ ശ്രമിക്കും. അവിടെയാണ് പ്രശ്നം വരുന്നത്. അതായത് ഭർത്താക്കന്മാരെ കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരാഗ്രഹിക്കുന്ന പോലെ ആക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നല്ലത് തന്നെയാണ്, നല്ലതാണ് അവരാഗ്രഹിക്കുന്നത്, അവരതുപോലെ ആക്കിയെടുക്കാൻ ശ്രമിക്കും. പക്ഷേ ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം, ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ സ്പൗസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് ഈ കോമ്പിനേഷൻ സ്ത്രീകളിൽ വരുമ്പോൾ അത് ഫാമിലി ലൈഫിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് സൃഷ്ടിക്കാറുണ്ട്. വലിയ പ്രശ്നങ്ങളിലോട്ടും വഴക്കുകളിലോട്ടൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു കോമ്പിനേഷനാണ് 9-2 കോമ്പിനേഷൻ. ഇതും ഈ പറഞ്ഞ പോലെ സൈക്കിക് നമ്പറൊക്കെ വരുമ്പോൾ, സൈക്കിക് നമ്പറും ഡെസ്റ്റിനി നമ്പറും 9-2 വരുമ്പോഴും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് പുറകെ പറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴേ നമുക്ക് നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ച് അത് അപ്ലൈ ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സൊസൈറ്റീനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നമ്പറാണ്. കാര്യം മൂണിൻ്റെ ഇതായിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ 2-നുള്ളത്. അപ്പം നർച്ചറിങ് ക്വാളിറ്റി ഉണ്ടല്ലോ അതും. പിന്നെ ഈ 9ൻ്റെ ഹ്യൂമാനിറ്റേറിയൻ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അവരും ഈ സമൂഹത്തിനെയൊക്കെ സഹായിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഫാമിലി ലൈഫിലോട്ട് വരുമ്പോഴാണ് ഈ ഡിസ്റ്റർബൻസ് മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ്. പിന്നെ ഗെറ്റ് സപ്പോർട്ട് ഫ്രം എൽഡർ പീപ്പിൾ, അതായത് മുതിർന്ന ആളുകളിൽ നിന്ന് സഹായം കിട്ടാൻ സാധ്യതയുള്ള ഒരു നമ്പറുകളാണിത്. പിന്നെ ഇവരൊരു സ്പിരിച്വൽ പേഴ്സൺ ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. 9 മോക്ഷത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പറാണ്. 2 ഇൻറ്റ്യൂഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ഹൈ സ്പിരിച്വൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കോമ്പിനേഷനിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മെൻ്റൽ പ്ലെയിനിലെ നമ്പറുകൾ. 4, 9, 2 ഇൻഡിവിജ്വലായിട്ട് വന്നാലും ഒരുമിച്ച് വന്നാലൊക്കെയുള്ള റിസൾട്ടുകൾ നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മെൻ്റൽ പ്ലെയിനിലെ നമ്പറുകൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ വിഡ്ഢിയാണെന്നല്ല.
അയാൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരുപക്ഷെ അയാളുടെ ഹൃദയം കൊണ്ടാകാം. ചിലരങ്ങനെയാണല്ലോ, ചിലരവരുടെ ബുദ്ധി കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റുള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല. അടുത്തതിൽ നമുക്ക് ഹാർട്ട് പ്ലെയിനിനെ കുറിച്ച് നോക്കാം. നന്ദി, നമസ്കാരം.